ഹായ് സീസൺ 6 ഡേ 5 ഡേ 4 കുറേയധികം വിഷയങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ടു ഇസഡ് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജാസ്മിൻ, നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ ജാസ്മിൻ അവിടെ പ്രശ്നത്തിലാണ്. പുതിയ വള്ളി പിടിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ വന്ന് നോക്കുകയാണ്. ജാസ്മിനെ പറ്റി ഞാനൊന്ന് മോശം പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മോശമൊന്നുമല്ല, പറഞ്ഞാൽ നല്ല കാര്യമല്ലേ പറയണത്. പ്രേമിക്കുന്നത് നല്ലതല്ലേ, തെറ്റാണോ? ഒന്നുമല്ല, സൂപ്പർ. ഈ മൊത്തം കോമഡി പീസുകൾ അതിനകത്ത്. ഒരെണ്ണം ഉള്ളത് വെറും വാഴയെന്ന് പറഞ്ഞാൽ രതീഷ്. അയ്യോ ഒന്നും പറയണ്ട. മിക്കവാറും ടി വി നമ്മളതായതുകൊണ്ട് നമ്മൾ തല്ലിപ്പൊട്ടിക്കത്തില്ല, മൊബൈൽ നമ്മളതായതുകൊണ്ട് നമ്മൾ തല്ലിപ്പൊട്ടിക്കത്തില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഇലക്ട്രോണിക് ഐറ്റം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സേവ് ആകുന്നത്. രതീഷ് കാണിക്കുന്ന എല്ലാ ബഹളവും കണ്ട് സഹിക്കുക എന്നുള്ളത് നമ്മുടെ ടാസ്ക്കായിട്ട് ബിഗ് ബോസ് നമുക്ക് തന്നിരിക്കുന്നു മനസ്സിലാക്കുന്നത്. വെറൈറ്റി ആയിട്ട് കുറേയധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷം. വളരെ അക്സെപ്റ്റൻസ് കിട്ടുന്ന സാധനങ്ങളാണ്. ഒക്കെ സൂപ്പർ ഒന്നും പറയാനില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എല്ലാ ഇയറും പ്രശംസനീയമായ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രാൻസ് വിഭാഗത്തിനെ സൊസൈറ്റിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. സൊസൈറ്റിക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതൊരു ഇൻഫ്ലുവൻസർ ചെയ്യുമ്പോൾ വളരെ ഗ്രേറ്റ് തിങ് ആണ്. ആ കമ്മ്യൂണിറ്റി അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരനുഭവിക്കുന്ന ഒറ്റപ്പെടുത്തലുകൾ, അതൊക്കെ തന്നെ ഒരു നല്ല ശമനമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മിട്ടിക്കാറ് കിട്ടുന്നത്. അതിനകത്ത് നമ്മൾ പ്രശംസിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഇയറും അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജാൻമണി ഷീ നോസ്, അവർക്കറിയാം അവരുടെ കമ്മ്യൂണിറ്റി എന്താണെന്നും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ അവർ അതിനകത്തേക്ക് വിടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു പറയുന്ന ജാൻമണിയുടെ സ്ഥാനത്ത് സൂര്യ ആയിരുന്നെങ്കിൽ, ഈ ട്രാൻസ് വിഭാഗത്തിലുള്ളൊരു അമ്മയായിട്ട് അവരായിരുന്നെങ്കിൽ കത്തിച്ചേരാൻ. കാരണം അത്ര ബാഡ് സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു സൂചന പോലും ഇല്ലാതെ എന്തൊക്കെയോ ഒരു ടൈം പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പണിഷ്മെൻറ്റ്സും കിട്ടുന്നുണ്ട്. ജിൻഡൂട്ടനെ ശരിക്കും വിളിച്ച് നന്നായിട്ട് വാൺ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം വന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കൂടെ നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതേ സെയിം മെൻറ്റാലിറ്റി ഉള്ള ഒരാളുണ്ട് അവിടെ, റോക്കി. പെൺകുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ട രീതി ഇല്ല. അത് ചിലപ്പോൾ ഈ കമ്മിങ് സാറ്റർഡേ സൺഡേയിൽ ലാലേട്ടൻ പറഞ്ഞാലായി അതൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് അത് പറയേണ്ട ഒരു അർജൻസി ഉണ്ട്. ഇത്രയും വൾഗറായ രീതിയിൽ സ്ത്രീകളെ അവഹേളിക്കുന്നത് അത് ഭയങ്കര ബോറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കുറേയധികം തള്ളൽ വീരന്മാരുണ്ട്. ഹെവിയാണ് കേട്ടോ, ഭയങ്കര തള്ളൽ വീരന്മാരാണ് അതിനകത്ത് കാണുന്നത്. കുറേയധികം പേരുണ്ട്. ഭയങ്കര ബോറിംഗ് പ്ലേ ഒക്കെ നടത്തുന്നത് ജാസ്മിനും റോക്കിയുമാണ്. റോക്കിയല്ല, സിജോയുമാണ്. സിജോ യൂട്യൂബറാണല്ലോ ആസ് യൂഷ്വൽ. ആദ്യത്തെ ഒരു എക്സ്പെക്റ്റേഷൻ പുള്ളി നന്നായിട്ട് കവറപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ടേം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം ടോട്ടലി വേഴ്സ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ. പുള്ളി മറന്നുപോയി, പഠിപ്പിച്ച് വിട്ടതൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എന്ത് പഠിച്ചിട്ട് പോയാലും എത്ര പ്രിപ്പയർ ചെയ്ത് പോയാലും അതിനകത്ത് പോകുമ്പോൾ നമ്മളുടെ റിയൽ ഫേസ് പുറത്ത് വന്ന് പോകും. സോ ഇപ്പോൾ കാണുന്നത് അയാളുടെ റിയൽ ഫേസാണ്. എല്ലാവരോടും പോയിട്ട് പിന്നെ കുറേ ഉന്തും തള്ളും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം റോക്കിയുടെ സ്വന്തം മാൻഷനെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. സോ അതിനെപ്പറ്റി ഒരു ചർച്ച തന്നെ ഇപ്പം പിന്നെ യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അത് അനു ജോസഫിൻ്റെ ആണെന്നും അനു ജോസഫിൻ്റെ കൂടെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്. കമ്മിങ് ഡേയ്സിൽ മേ ബി പുള്ളി റിവീൽ ചെയ്യുമായിരിക്കും. ബട്ട് എന്തായാലും അതൊരു നല്ല ടൈം അല്ല എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സോ അത്തരം ഗോസിപ്പിനൊന്നും ഞാൻ മുഖം കൊടുക്കുന്നില്ല. ഇന്നത്തെ ഇതിനകത്ത് ജിൻഡൂട്ടൻ കാണിച്ച ഒരു ഇതിനും രതീഷ് കാണിച്ച കുൽസികത്തിനും രണ്ടിനും കൂടെ എന്തായാലും ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രക്രിയയിൽ കുറേ അധികം കാര്യങ്ങൾ റിവീൽ വരുന്നു. അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ അത് സംസാരിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്നത് അലൗഡ് ചെയ്യാനോ ബിഗ് ബോസ് തയ്യാറാകുന്നില്ല. അത് ഒരു ശരിയായ ടൈമല്ല. മേ ബി കമ്മിങ് സാറ്റർഡേ സൺഡേയിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് തിങ്. അപ്പോൾ ആ വിഷയമാണ് ഇന്ന് ഞാൻ കൂടുതൽ എടുത്ത് പറയുന്നത്. ബാക്കി നമുക്ക് കുറച്ച് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട്. ഈ കളി എന്താണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാതെയും ഒന്നും മനസ്സിലാക്കാതെയും, ഇപ്പോൾ ലാലേട്ടൻ തന്നെ മറ്റൊരു രീതിയിൽ ഒരു CID ആയിട്ടൊക്കെ അവിടെ വരുന്ന ആ ടൈം, പിന്നെ കൊടുത്തൊരു പ്രാങ്ക്, ഇതൊന്നും തന്നെ വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പ്രാങ്ക് ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകുമായിരുന്നു.
ഒരു പക്ഷേ അത് ആ ഭാഗത്ത്, അതായത് ഇപ്പോൾ നോറയാണ് അതിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പകരം ജാസ്മിനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ പോകുമായിരുന്നു പ്ലേ. ജാസ്മിൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാതെ എതിർക്കുകയും കൂടെ ചെയ്ത്, ഞാൻ കള്ളിയല്ല എന്നൊരു രീതിയിൽ എതിർക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഷോ സൂപ്പറായിരുന്നു. പക്ഷേ അത് നോറയെ പിടിച്ചത് തെറ്റായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ആ പ്രാങ്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു, ശരിക്കും കണ്ടന്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. പിന്നെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ ഇവരുടെ വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഇവരുടെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ എന്തോ ഒരെണ്ണം 2 സെക്ഷൻ എഴുതി വയ്ക്കണം. അത് ഭയങ്കര സൂപ്പർ ഫ്ലോപ്പായിരുന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൂടുതൽ ടൈം അതിനകത്ത് മെനക്കെടുത്തില്ല. പക്ഷേ രണ്ടാമത് ഏറ്റവും ഈസിയസ്റ്റ് ടാസ്ക് കൊടുത്തു പവർ ടീം അംഗങ്ങളെ, പുതിയ പവർ ടീം അംഗങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഉള്ള പവർ ടീം അംഗങ്ങൾ സൂപ്പറായിട്ട് പ്ലേ ചെയ്തു. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ അയാളുടെ കണ്ണിൻ്റെ നോട്ടമെങ്കിലും മാറ്റാൻ സാധിക്കുക എന്നുള്ളത് വെരി ഈസി ടാസ്ക് ആയിരുന്നു. അതിൽ സിജോ കാണിച്ചത് ഒരു കോമാളി കൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ബോറായിരുന്നു. അങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. ജസ്റ്റ് ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മൂക്കിന് തുമ്പരത്ത് ചിരി വന്നു, താഴ്ത്തു വന്നു എന്ന് പറയുന്ന ആ സ്പോട്ടിൽ ചിരിക്കാതെ എത്രയും അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ്, അത് ഈസി ആയിട്ട് നടക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ അത് മറ്റൊരു ഇതിൽ ഫ്ലോപ്പാക്കി കൊടുത്തത് സിജോ ആൻഡ് ടീമാണ്. അത് ഭയങ്കര ബോറിംഗ് പ്ലേ ആയിരുന്നു. രതീഷും ജിൻഡോയും കൂടെ നന്നായിട്ട് ഒന്നിച്ചിട്ടുണ്ട്, നല്ല കൊള്ളാം രണ്ടുപേരും കൂടെ നല്ല ജോഡിയാണ്. അൻസിബയാണ് ഇന്ന് റോക്ക് ചെയ്തിട്ടുള്ളത്. അൻസിബയോട് പറഞ്ഞ ഒരു കാര്യം ആപ്റ്റായിട്ടുള്ളൊരു സമയത്ത് റിവീൽ ചെയ്തത് ഭയങ്കര സൂപ്പറായിരുന്നു. അത് കൃത്യമായി തന്നെ പറഞ്ഞു. പക്ഷേ അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റോങ് മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമുക്കിടയിൽ ഒരുപാട് പേര് ഇതുപോലെയുണ്ട്. എങ്ങനെയാണ് പറയുക, ഒത്തിരി പേര് ട്രാൻസ് വിഭാഗമായിട്ടുണ്ട്, അതിന് ഗേ, ലെസ്ബിയൻ, ഇങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇതൊരു ക്രൈമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് അക്സെപ്റ്റൻസ് ഉണ്ട്. ഈ അക്സെപ്റ്റൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഷോയിൽ ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവർ ആഡ് ചെയ്യുന്നത്. അതിന് നേർ വിപരീതമായിട്ടാണ് അതിനകത്തുള്ള പാർട്ടിസിപ്പൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ ഒരു സ്പെസിഫിക് ഷോയിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അതായത് ഈ സൊസൈറ്റിയെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല. ആൻഡ് ഒരാൾ ഗേ എന്ന് പറഞ്ഞാൽ അതിൽ ഷെയിം ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഗോത്രീയതയിലേക്ക് നടന്നു പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എക്സ്പ്ലെയിൻ ചെയ്യാം. മുൻ കാലഘട്ടങ്ങളിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രൈമായിട്ട് ഫീൽ ചെയ്തിരുന്നു. അത് പെണ്ണിൻ്റെ തന്നെ കുറ്റമായിരിക്കും. ആണുങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ക്രൈം റേഷ്യോ കൂടും പെണ്ണുങ്ങൾക്കാണെങ്കിൽ. അങ്ങനെ ഒരു സിസ്റ്റം മാറി ഇപ്പോൾ അത് കോമൺ ആകുന്നുണ്ട്. ബിക്കോസ് അങ്ങനെ സഫോക്കേറ്റ് ആയ ഒരു ഏരിയയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അതേ മാറ്റം ഈ ഒരു ട്രാൻസ് വിഭാഗത്തിൽ ഉണ്ടാകാനാണ് ഇങ്ങനെയൊരു നീക്കം തന്നെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് നേർ വിപരീതമായിട്ടാണ് ഇന്നത്തെ അവിടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ പെർഫോമൻസ്. ഇതിലൊന്ന് ഗോളടിക്കാൻ ശ്രമിച്ചത് ജാസ്മിനും സിജോയുമാണ്. ബാക്കിയുള്ളവരൊക്കെ നോർമലായിട്ടാണ് അതിനെ ഇത് ചെയ്തത്. ഇതെന്താണ് സംഗതി എന്ന് പോലും മനസ്സിലാക്കാതെ ആ ഒരു സ്പെസിഫിക് സമയത്ത് കിടന്ന് ഒച്ചപ്പാടിടുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ കുറേ ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ജീവിതകഥ പറച്ചിലെന്നുള്ള അത് ഞാൻ തീരെ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഞാൻ നാളെ വീണ്ടും ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഗേ ആണ് എന്ന് പറയുമ്പോൾ പുള്ളി എന്തോ തകർന്ന് തരിപ്പണമാകുന്നൊരു സിനാരിയോ. ഇറ്റ്സ് നത്തിങ്. അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരിത് ബിഗ് ബോസ് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞ് മനസ്സിലായി അതൊരു വലിയ ക്രൈമൊന്നുമല്ല. ഗേ ആവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമായിട്ട് ഒന്നുമില്ല, കാലങ്ങളായിട്ട് ഉള്ളത് തന്നെയാണ്. അത് നമ്മളുടെ മതപുസ്തകങ്ങളിൽ എല്ലാം എടുത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്തരം ട്രാൻസ് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ഒരുപാട് ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയിലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്ലാമിലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു മതവിശ്വാസികൾക്കും ആ ഒരു അടയാളമുണ്ട്. ശിഖണ്ഡി എന്നുള്ള രീതിയിൽ പറയുന്നതൊക്കെ ട്രാൻസ് വിഭാഗത്തിനാണ്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സിസ്റ്റമല്ല, പക്ഷേ അക്സെപ്റ്റൻസ് റീസെൻ്റ്ലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുൻപോട്ട് ഇത്തരക്കാർ അപമാനപ്പെടാതിരിക്കാനും അവരെ ഒറ്റപ്പെടുത്താതിരിക്കാനും നമ്മൾ കൂടി മുൻപോട്ട് വന്നൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരും ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളത്. അപ്പോൾ വെരി ഫസ്റ്റ് ഡേ തൊട്ട് ജാൻമണിക്ക് നേരിടുന്ന അപമാനങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിനെ തിരിച്ച് പറയാൻ അവിടെ കുറച്ച് പേര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, അതിന് എഫേർട്ട് എടുത്ത് മുൻപോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി സുരേഷ് തന്നെ, ഒരാൾ തന്നെ ഗേ എന്ന് വിളിക്കുമ്പോൾ എന്തോ ഭൂലോകം ഇടിഞ്ഞു മറിഞ്ഞ് വീഴുന്ന കണക്ക് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ പുള്ളി അതുവരെ ചെയ്തതിൻ്റെ ജെന്യൂനിറ്റി നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടെ ജാൻമണിയുടെ മുമ്പിൽ എത്തുമ്പോൾ എനിക്കതൊരു കുറച്ചിലായിട്ടല്ല, ഐ എം നോട്ട് അഫ്രെയ്ഡ് അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എക്സാക്ട്ലി പുള്ളി ഉദ്ദേശിച്ചത് അത് തന്നെയാണ്.
അതായത് ഗേ എന്ന പുള്ളിക്ക് വെളിയിൽ അറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണക്കേട്, അല്ലെങ്കിൽ അതാണ് പുള്ളി അവിടെ പറയുന്നത്, മാനക്കേട് എന്നത് പുള്ളി അവിടെ ഇടിച്ച് പറഞ്ഞു വെക്കുന്നു. അതൊരു മോശം നരേഷനാണ്, അത് തിരുത്തേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നാണ് എനിക്ക് ഇന്നത്തെ ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോയെയും രതീഷിനെയും ഒന്നിച്ച് വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും ബിഗ് ബോസ് എന്തോ പൊട്ടനാണെന്നുള്ള രീതിയിലൊരു എക്സ്പ്ലനേഷൻ പുള്ളിക്കാരൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് രതീഷിനോട്, നിങ്ങൾ ഇത് കൺഫെഷൻ റൂമാണ്, ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആ നാടകമൊന്നും കളിക്കേണ്ട കാര്യമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കൺഫെഷൻ റൂം അത് ഇത് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിക്കുന്നത് ബിഗ് ബോസ് ആണ്. ദ സെയിം വേ ശ്രീരേഖ രതീഷ് ഉറങ്ങുന്നതിനെ പറ്റി പറഞ്ഞിട്ട് ശ്രീരേഖ ഉറങ്ങുന്നത് പോലെയാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൺഫെഷൻ റൂമിലേക്ക് വരൂ എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് വേർഡ് പോലും അത് ഇംഗ്ലീഷിലായിട്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്, തെറ്റില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു ബിഗ് ബോസ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഗേ വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ 1-2 സബ്ജക്റ്റ് ഇവിടെ വന്നതൊക്കെ തന്നെ വേറെ ലെവലിലേക്കാണ് പോയിട്ടുള്ളത്. കറക്റ്റ് ഗൈഡ് ലൈൻ ഇല്ലാഞ്ഞിട്ടാണോ അല്ല എന്നുണ്ടെങ്കിൽ ആ വിഷയം കത്തിക്കേണ്ട വിഷയമാണെന്നോ അതിൽ നിന്ന് കണ്ടൻറ്റ് കിട്ടുമെന്നോ തിരിച്ചറിവില്ലാത്ത കുറച്ച് പേരെയാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ മോശം കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും മത്സരാർത്ഥികൾ ആരും തന്നെ ആപ്റ്റായി ഒരാൾ പോലുമില്ല. അർജുനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ അർജുന് ആ ഒരു ക്യാപ്റ്റൻ കിട്ടിയതിന് ശേഷം അർജുൻ താൻ സേഫായി എന്നൊരു തോട്ടിലാണ് നടക്കുന്നത്. അർജുൻ ഈസ് നോട്ട് ആക്ടിങ് മച്ച്. അതൊരു നിരാശയല്ല തരുന്നത്. നൂറ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, ബട്ട് സംവെയർ ഷീസ് ഒരു മിസ്സിങ് പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ജാസ്മിൻ്റെ അതിപ്രസരം കൊണ്ടായിരിക്കും. അത് ജാസ്മിൻ്റെ എബിലിറ്റി തന്നെയാണ്. ജാസ്മിൻ അതിനകത്ത് സ്കോർ ചെയ്യുന്നു എന്നാണ് അർത്ഥം. പക്ഷെ ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ്, അത്യാവശ്യം ക്രൂക്കറ്റ് മൈൻഡും ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. പക്ഷേ ഈ ഒരു പ്രണയം എന്നൊരു സാധനം കൊണ്ട് അവിടെ കുത്തിക്കയറ്റുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വരാനിരിക്കുന്നത് അതിഭീകരമായ അതിമോശമായ സൈബർ ബുള്ളിങ് ആയിരിക്കും. മാത്രമല്ല പുറത്തേക്ക് വരുമ്പോൾ ഷീനയുടെ ഫാമിലി അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ മഞ്ജു പത്രോസ് നേരിട്ട അതേ പ്രോബ്ലംസ് ഒക്കെ തന്നെ ജാസ്മിൻ നേരിടേണ്ടി വരും. ഈ ബിഗ് ബോസിനുള്ള ഒരു പ്രത്യേകത അത് തന്നെയാണ്. ചിലരെ അവർ വാനോളം പുകഴ്ത്തി കൊണ്ടുപോകും, ചിലരെ അവർ നന്നായിട്ട് എടുത്തങ്ങ് തറയിൽ അടിച്ചു കളയും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് സിജോയും ജാസ്മിനും വരാൻ ചാൻസ് ഒരുപാടുണ്ട്. ഈ ഒരു പ്ലേയറും കൃത്യമായി പറഞ്ഞാൽ കപ്പിനർഹരല്ല. ഇവർക്കാർക്കും തന്നെ പ്ലേ അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പുതിയൊരു ഇതുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.